പ്രധാനമന്ത്രി കസേരയിലേക്ക് നരേന്ദ്രമോദി എത്തുകയാണ്. മോദി 3.0 ആരൊക്കെയായിരിക്കും കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങൾ? ഇതാണ് ഏറ്റവും വലിയ ചർച്ച ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ. നമുക്ക് പരിഗണനയിലുള്ള പേരുകൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. JDU HD കുമാരസ്വാമി മുൻ മുഖ്യമന്ത്രിയാണ്. ജനതാദൾ സെക്യുലറിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹവും കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തും. ഒരു പക്ഷേ കൃഷി വകുപ്പായിരിക്കും HD കുമാരസ്വാമിക്ക്. ഇനി നിതീഷ് കുമാറിന്റെ JDU 2 ക്യാബിനറ്റ് മന്ത്രിമാർ നിതീഷ് കുമാറിന്റെ JDUവിന് ലഭിക്കും. ആ 2 പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ലലൻ സിംഗും രാംനാഥ് ഠാക്കൂറുമാണ്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന് 2 സഹമന്ത്രി സ്ഥാനവും ലഭിക്കും. ഇനി അടുത്ത സംസ്ഥാനം അത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ നിന്ന് കിഷൻ റെഡ്ഡി ഉൾപ്പെടെ 2 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം തന്നെ റാം മോഹൻ നായിഡുവിന് ക്യാബിനറ്റ് പദവി. ഇനി ആന്ധ്രയിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. തെലുങ്കുദേശം പാർട്ടി NDAക്ക് 16 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രി സ്ഥാനത്തേക്ക് റാം മോഹൻ നായിഡുവിനെ ആയിരിക്കും TDP നിർദ്ദേശിക്കുക. അതിനു പുറമെ P ചന്ദ്രശേഖർ, V പ്രഭാകർ റെഡ്ഡിവർ എന്നിവർ സഹമന്ത്രിമാരും ആകും. ഇതാണ് ആന്ധ്രയിലെ കാര്യം. മറ്റൊരു കാര്യം നമുക്കറിയാം, തെലുങ്കുദേശം പാർട്ടി സ്പീക്കർ പദവി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സ്പീക്കർ സ്ഥാനം നൽകാൻ കഴിയില്ല എന്ന് BJP അറിയിക്കുന്നുണ്ട്. പകരം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണ്. അത് ഹരീഷ് ബാലയോഗിക്കായിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെ ആന്ധ്രയിൽ നിന്നുള്ള BJP നേതാവ് D പുരന്തേശ്വരിക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയിൽ നിന്ന് V ബാലശൗരിയും കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇനി കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ച ചില പേരുകളിലേക്കാണ്. അത് ചിരാഗ് പാസ്വാനാണ്. 5 MP-മാരുണ്ട്. ലോക് ജനശക്തി പാർട്ടി നേതാവായ ചിരാഗ് പാസ്വാന്. അതോടൊപ്പം തന്നെ അനുപ്രിയ പട്ടേൽ അപ്നാദളിന്റെ പ്രസിഡന്റാണ്, കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകും. ജയന്ത് ചൗധരി രാഷ്ട്രീയ ലോക്ദൾ നേതാവാണ്. അതോടൊപ്പം തന്നെ മുൻ ബീഹാർ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയും ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയുടെ പ്രസിഡന്റുമായ ജിതിൻ റാം മാഞ്ചിയും കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളാകും. ഈ 4 പേരും ഏകദേശം സ്ഥാനം ഉറപ്പായി കഴിഞ്ഞവരാണ്. ഇനി ഉറപ്പായും റീറ്റെയിൻ ചെയ്യും. മോദി 3.0 റീറ്റെയിൻ ചെയ്യുമെന്നുള്ള മന്ത്രിമാർ അത് അമിത് ഷാ, സ്വാഭാവികമായും രാജ്നാഥ് സിംഗ്, മുൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, രവിശങ്കർ പ്രസാദ്, അതോടൊപ്പം തന്നെ പീയൂഷ് ഗോയൽ. ഇവരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ചില സൂചനകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പക്ഷേ മാറ്റിയേക്കും. പക്ഷേ ഈ 5 പേരും എന്തായാലും മോദി 3.0 ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.